എല്ലാവർക്കും ഇൻസൈറ്റ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം ഭരണഘടനയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് രാജ്യസഭയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു ഡിസ്കഷനും ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾ കാണുക കേട്ടോ. അത് ഒരുപാട് ഉപകാരപ്പെട്ടതാണ്, പലരും കമന്റ് ചെയ്തായിരുന്നു. സോ അതിന്റെ ഒരു ഭാഗമായിട്ട് നെക്സ്റ്റ് ഒരു സീരീസ് ആണ് റിട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ 2024-25 കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടാതെ UPSC ലെവലിൽ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. എന്താണെന്ന് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടും. അതിനുശേഷം നമ്മളെ ഫാക്റ്റുകൾ പഠിക്കും. ഫാക്റ്റുകൾ പഠിച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. തുടക്കം തൊട്ട് ഒടുക്കം വരെ കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് കിട്ടും. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. അറിയാവുന്നവരാണെങ്കിൽ മിസ് ചെയ്ത് പോകരുത്. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് കിട്ടും. അറിയാത്ത എക്സ്ട്രാ ഫാക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2025 നടന്നിട്ടുള്ള ഒരു പരീക്ഷയുടെ ചോദ്യമാണേ. നമുക്കൊന്ന് പരിചയപ്പെടാം. ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു ഇന്റീരിയർ കോടതിയോ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയോ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ പ്രത്യേക റിട്ട് അധികാരം. ഓക്കെ, റിട്ടിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ് എന്ത് ചെയ്യുക, ഒരു സുപ്പീരിയർ കോടതിയുടെ പ്രത്യേക റിട്ട് അധികാരം. അതെന്ത് ചെയ്യുക, കീഴ്ക്കോടതിയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടാനുള്ള സുപ്രീം അല്ലെങ്കിൽ പ്രത്യേക അല്ലെങ്കിൽ ഹയർ കോടതിയിൽ ഉന്നത കോടതിയുടെ അധികാരത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം മനസ്സിലായല്ലോ? എല്ലാവർക്കും ചോദ്യം മനസ്സിലായോ? ചോദ്യം നോക്കുക. ഇവിടെ ഓപ്ഷൻ നോക്കുക. ഹേബിയസ് കോർപ്പസ്, ഓക്കെ, മാൻഡമസ്, സെർസോറി, ദെൻ കോവാറന്റോ. ഓക്കെ, ഒന്നും അറിയാത്തവർക്കാണ് ഈസി ആയിട്ട് ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഹേബിയസ് കോർപ്പസ് എന്നും പറയും, അതുപോലെ തന്നെ മാൻഡമസും കോവാറന്റോ ഒന്നും നമുക്ക് ജുഡീഷ്യലറി ഉള്ള ബോഡികൾക്കെതിരെ അല്ല കൊടുക്കുന്നത്. ജുഡീഷ്യൽ ബോഡിക്കെതിരെ കൊടുക്കുന്നതാണ് സെർസോറി, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുക അല്ലെങ്കിൽ ആജ്ഞാപിക്കുക എന്നാണ്. കോവാറന്റോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരം എന്നാണ്. സോ ഇവിടുത്തെ കാര്യം നോക്കുക. സെർസോറി എന്ന് പറഞ്ഞാൽ എന്താണ്, സർട്ടിഫൈഡ് ചെയ്യുക അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ് എന്ന് പറയും. സോ ആൻസർ ഏതാണ്? ആൻസർ സി ആണ് ആൻസർ. 3 മാത്രം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതൊരു ഡിഗ്രി ലെവലിന് ചോദിച്ചൊരു ചോദ്യമാണേ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. മാൻഡമസ് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. അപ്പൊ നോക്കുക, മാൻഡമസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായിട്ട് അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്, അല്ലെ? കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ് നമുക്കറിയാം മാൻഡമസ്. ഓക്കെ, ശരിയായിട്ടുള്ള കാര്യമാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാനാവില്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനാവോ? ഇല്ല. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനാവും. അത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ എന്താണ് ശരിയല്ല ചോദിച്ചേക്കുന്നത്? പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരിയോട് പ്രവൃത്തി നിർവഹിക്കുന്നതിനായിട്ട് മാൻഡമസ് ഉപയോഗിക്കുന്നു, അല്ലേ? പബ്ലിക് ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടി മാൻഡമസ് വിടും. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ഒന്ന് ശരിയാണ്, എല്ലാത്തിനകത്തും ഒന്നുണ്ട്, അല്ലെ? 2 ശരിയാണ്, 2 ഇതിനകത്ത് 2 ഇല്ല. ഇത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എയും ബിയും ഡിയും ആണ് കിട്ടിയേക്കുന്നത്. 3 പ്രസിഡന്റിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനെന്നാണ് പറഞ്ഞേക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അപ്പം 3 ഇതിനകത്തുണ്ട്. ഓക്കെ, 3 ഇതിനകത്തുണ്ട്. എ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ ഡി, ഇതിനകത്ത് എല്ലാ ഓപ്ഷനും ഉണ്ട്. സോ ഇത് എല്ലാം ക്യാൻസൽ ചെയ്യാം. നമുക്ക് ആൻസർ ഏത് കിട്ടും? ബി എന്ന് പറയുന്ന ആൻസറിലോട്ട് കിട്ടും. ആൻസർ ഏതാണ്? ബി ആണ് ഇവിടുത്തെ ആൻസർ. കിട്ടിയോ? ബി ആണ്. അപ്പം 1, 2, 4 സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഇനി സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ഈ പ്രസ്താവന പഠിക്കുക. ഈ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം വരുന്നത്. നിങ്ങളുടെ PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കി തരാം. ഈ പ്രസ്താവനകൾ ഓപ്ഷനുകളാണ് അടുത്ത ചോദ്യങ്ങൾ വരുന്നത്. പറഞ്ഞു തരാം. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞയാണ്. 1 സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനാവില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അല്ലെ? മാൻഡമസ് സ്വകാര്യ വ്യക്തിക്കെതിരെ ആവില്ല. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ആയോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മാൻഡമസ് എന്താണ്? കൽപ്പനയാണ്. രണ്ടാമത്തെ എന്താണ്? സ്വകാര്യ വ്യക്തിക്കെതിരെ പുറപ്പെടുവിക്കാനാവില്ല. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ എന്താണ്?
പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരിയോട് നിർവഹിക്കാൻ പറയുക അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ പറയുക. ഈ 4 സ്റ്റേറ്റ്മെന്റ്, ഈ 3 സ്റ്റേറ്റ്മെന്റ് 1, 2, 4 പഠിച്ചല്ലോ. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ ചോദ്യമല്ലേടാ, ഈ പ്രസ്താവനയല്ലേ ഇവിടെ ചോദിച്ചേക്കുന്നത്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന ഏത്? ഇപ്പം അങ്ങോട്ട് പഠിച്ചതേയുള്ള ഈ ചോദ്യത്തിനകത്ത് കൽപ്പന കിടക്കുന്ന കണ്ടോ ഓപ്ഷനകത്ത്. അപ്പൊ ഏതാണ് കൽപ്പന എന്ന് പറയുന്നത്? മാൻഡമസ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തതിലേക്ക് വരാം. അപ്പൊ ഈ ഒരു ചോദ്യം പരിചയപ്പെടുത്തരാം. ഇത് ഡിഗ്രി ലെവലില് അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലേക്കുള്ളൊരു എക്സാം ആയിരുന്നു. ഈ ഒരു ചോദ്യത്തിന്റെ ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഓപ്ഷനുകൾ ഞാൻ തന്നിട്ടില്ല. അത് ഞാൻ ഈ ഒരു വീഡിയോ തീരുമ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ഇവിടെ നിൽക്കട്ടെ. ഈ ചോദ്യം നമുക്ക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറ്റവും അവസാനം എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരും ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ലെവലിലൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം നമുക്കറിയാം 226 ഹൈക്കോടതിയുടെ റിട്ട് അധികാരം അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? സംസ്ഥാനത്തെയോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായിട്ട്, ഓർത്തോക്ക ഈ ടൈമൊക്കെ, നിയമവിരുദ്ധമായിട്ട് തടങ്കൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ, ഓർത്തുവെക്ക, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്? ശരീരം ഹാജരാക്കുന്ന ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് കിട്ടിയല്ലോ. സോ നമുക്ക് റിട്ടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അവസാനം കുറച്ച് ക്വസ്റ്റ്യനൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനൂടെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് സെറ്റാണ്. റിട്ടിൽ നിന്നും ഒരു മാർക്ക് പോലും പോകത്തില്ല. സോ നമുക്ക് ആൻസറിലോട്ട് വരാടാ. നമുക്ക് ആൻസറിലോട്ട് പിന്നീട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ റിട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൗലിക അവകാശങ്ങൾ നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത് അല്ലേ. മൗലിക അവകാശത്തിലെ 6ാമത്തെ മൗലിക അവകാശമാണ് ഭരണഘടന റെമഡീസിനുള്ളത് അല്ലെ. പരിഹാരം കാണാനുള്ള അവകാശങ്ങളാണ് അല്ലെ റെമഡീസിനുള്ളത്. സോ ഈ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 ആണ് എന്ന കാര്യം ഓർത്തുക. ഇനി ഈ ആർട്ടിക്കിൾ 32നെ 2 പ്രസ്താവനയായിട്ട് നമുക്ക് തരംതിരിക്കാം, അല്ലെങ്കിൽ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, നമുക്ക് ഏതൊരു ഇന്ത്യൻ പൗരനും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഹനിക്കുവാണെങ്കിൽ സുപ്രീം കോടതിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇടപെടാൻ പറ്റും. സുപ്രീം കോടതിക്ക് അവിടെ ഇടപെടാൻ പറ്റും. എന്ത് വഴി? റിട്ട് പാസ്സാക്കി ഇടപെടാൻ പറ്റും. അപ്പൊ മനസ്സിലായോ? അങ്ങനെയാണ് എന്ത് പറയുന്നത്, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നൊരു പദവിയിലേക്ക് ആര് വരുന്നത്? നമ്മുടെ സുപ്രീം കോടതി വരുന്നത്. മനസ്സിലായോ? ഇനി നമ്മുടെ ഈ BR അംബേദ്കർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്ന് പറഞ്ഞത് ആരാണ്? BR അംബേദ്കർ ആണ്. സോ കാര്യം മനസ്സിലായോ? റിട്ടിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റിട്ടുകൾ ഏതാണെന്ന് നോക്കാം. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ റിട്ടുണ്ട്. 5 റിട്ടാണ്, ടോട്ടൽ 5 റിട്ടാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. രണ്ടാമത്തെ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥത്തോടെ മനസ്സിലാക്കി പോകാം. പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഹാവ് ദ ബോഡി എന്നാണ്, അല്ലെങ്കിൽ ഹാജരാക്കുക അല്ലെങ്കിൽ ദേഹം ഹാജരാക്കുക എന്ന് പറയുന്നു. മാൻഡമസ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ആണ്, അല്ലെങ്കിൽ കൽപ്പിക്കുക എന്നാണ്. കൽപ്പിക്കുക, നാം ആജ്ഞാപിക്കുക. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിലക്കുക എന്നാണ് അല്ലെ. പ്രോവിഡന്റ് എന്ന് പറഞ്ഞാൽ വിലക്കുക എന്നാണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക ആണ്. ഓക്കെ, സെർഷറി എന്താണ്? ടു ബി സർട്ടിഫൈഡ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യത്തെ ക്വസ്റ്റ്യൻ 2025 നടന്നിട്ടുള്ള ഒരു പരീക്ഷയുടെ ചോദ്യമാണേ. നമുക്കൊന്ന് പരിചയപ്പെടാം. ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു ഇന്റീരിയർ കോടതിയോ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയോ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ പ്രത്യേക റിട്ട് അധികാരം. ഓക്കെ, റിട്ടിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ്? എന്ത് ചെയ്യുക? ഒരു സുപ്പീരിയർ കോടതിയുടെ പ്രത്യേക റിട്ട് അധികാരം. എന്ത് ചെയ്യുക? കീഴ്ക്കോടതിയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടാനുള്ള സുപ്രീം അല്ലെങ്കിൽ പ്രത്യേക അല്ലെങ്കിൽ ഹയർ കോടതിയിൽ ഉന്നത കോടതിയുടെ അധികാരത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം മനസ്സിലായല്ലോ എല്ലാവർക്കും? ചോദ്യം മനസ്സിലായോ? ചോദ്യം നോക്കുക. ഇവിടെ ഓപ്ഷൻ നോക്കുക. ഹേബിയസ് കോർപ്പസ്, ഓക്കെ, മാൻഡമസ്, സെർഷറി, ദെൻ കോവാറന്റോ. ഓക്കെ, ഒന്നും അറിയാത്തവർക്കാണ് ഈസി ആയിട്ട് ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഹേബിയസ് കോർപ്പസ് എന്നും പറയും, അതുപോലെ തന്നെ മാൻഡമസും കോവാറന്റോ ഒന്നും നമുക്ക് ജുഡീഷ്യലറി ഉള്ള ബോഡികൾക്കെതിരെ അല്ല കൊടുക്കുന്നത്. ജുഡീഷ്യൽ ബോഡിക്കെതിരെ കൊടുക്കുന്നതാണ് സെർഷറി, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുക അല്ലെങ്കിൽ ആജ്ഞാപിക്കുക എന്നാണ്. കോവാറന്റോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരം എന്നാണ്. സോ ഇവിടുത്തെ കാര്യം നോക്കുക. സെർഷറി എന്ന് പറഞ്ഞാൽ എന്താണ്? സർട്ടിഫൈഡ് ചെയ്യുക അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ് എന്ന് പറയും. സോ ആൻസർ ഏതാണ്?
ആൻസർ സി ആണ് ആൻസർ. 3 മാത്രം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഡിഗ്രി ലെവലിന് ചോദിച്ചൊരു ചോദ്യമാണേ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. മാൻഡമസ് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. അപ്പൊ നോക്കുക, മാൻഡമസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായിട്ട് അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്, അല്ലെ? കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ് നമുക്കറിയാം മാൻഡമസ്. ഓക്കെ, ശരിയായിട്ടുള്ള കാര്യമാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാനാവില്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനാവോ? ഇല്ല. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനാവും. അത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ എന്താണ് ശരിയല്ലേ ചോദിച്ചേക്കുന്നത്? പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരിയോട് പ്രവൃത്തി നിർവഹിക്കുന്നതിനായിട്ട് മാൻഡമസ് ഉപയോഗിക്കുന്നു, അല്ലേ? പബ്ലിക് ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടി മാൻഡമസ് വിടും. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ഒന്ന് ശരിയാണ്, ഒന്ന് ശരിയാണ്, ഒന്ന് ശരിയാണ്. എല്ലാത്തിനകത്ത് ഒന്നുണ്ട്, അല്ലെ? 2 ശരിയാണ്, 2 ഇതിനകത്ത് 2 ഇല്ല. ഇത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എയും ബിയും ഡിയും ആണ് കിട്ടിയേക്കുന്നത്. 3 പ്രസിഡന്റിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനെന്നാണ് പറഞ്ഞേക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അപ്പൊ 3 ഇതിനകത്തുണ്ട്. ഓക്കെ, 3 ഇതിനകത്തുണ്ട്. എ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ ഡി, ഇതിനകത്ത് എല്ലാ ഓപ്ഷനും ഉണ്ട്. സോ ഇത് എല്ലാം ക്യാൻസൽ ചെയ്യാം. ആൻസർ ഏത് കിട്ടും? ബി എന്ന് പറയുന്ന ആൻസറിലോട്ട് കിട്ടും. ആൻസർ ഏതാടാ? ബി ആണ് ഇവിടുത്തെ ആൻസർ. കിട്ടിയോ? ബി ആണ്. അപ്പം 1, 2, 4 സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഇനി സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ഈ പ്രസ്താവന പഠിക്കുക. ഈ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം വരുന്നത്. നിങ്ങളെ PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കി തരാം. ഈ പ്രസ്താവനകൾ ഓപ്ഷനുകളാണ് അടുത്ത ചോദ്യങ്ങൾ വരുന്നത്. പറഞ്ഞു തരാം. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞയാണ്. 1 സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനാവില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അല്ലെ? മാൻഡമസ് സ്വകാര്യ വ്യക്തിക്കെതിരെ ആവില്ല. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ആയോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മാൻഡമസ് എന്താണ്? കൽപ്പനയാണ്. രണ്ടാമത്തെ എന്താണ്? സ്വകാര്യ വ്യക്തിക്കെതിരെ പുറപ്പെടുവിക്കാനാവില്ല. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 4മത്തെ എന്താണ്? പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരിയോട് നിർവഹിക്കാൻ പറയുക അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ പറയുക. ഈ 4 സ്റ്റേറ്റ്മെന്റ്, ഈ 3 സ്റ്റേറ്റ്മെന്റ് 1, 2, 4 പഠിച്ചല്ലോ. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ ചോദ്യമല്ലേടാ, ഈ പ്രസ്താവനയല്ലേ ഇവിടെ ചോദിച്ചേക്കുന്നത്? മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന ഏത്? ഇപ്പം അങ്ങോട്ട് പഠിച്ചതേയുള്ള ഈ ചോദ്യത്തിനകത്ത് കൽപ്പന കിടക്കുന്ന കണ്ടോ ഓപ്ഷനകത്ത്? അപ്പൊ ഏതാണ് കൽപ്പന എന്ന് പറയുന്നത്? മാൻഡമസ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തയിലേക്ക് വരാം. അപ്പൊ ഈ ഒരു ചോദ്യം പരിചയപ്പെടുത്തരാം. ഇത് ഡിഗ്രി ലെവലില് അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം ആയിരുന്നു. ഈ ഒരു ചോദ്യത്തിന്റെ ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഓപ്ഷനുകൾ ഞാൻ തന്നിട്ടില്ല. അത് ഞാൻ ഈ ഒരു വീഡിയോ തീരുമ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ഇവിടെ നിൽക്കട്ടെ. ഈ ചോദ്യം നമുക്ക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറ്റവും അവസാനം എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരും ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട്, കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ലെവലിലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏതാണ്? ഹൈക്കോടതിയുടെ റിട്ട് അധികാരം നമുക്കറിയാം 226 ആണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം, അല്ലെ? ഇനി അടുത്ത ചോദ്യം എന്താണ്? സംസ്ഥാനത്തെയോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായിട്ട്, ഓർത്തോക്കുക ഈ ടൈമൊക്കെ, നിയമവിരുദ്ധമായിട്ട് തടങ്കൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ, ഓർത്തുവെക്കുക, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്? ശരീരം ഹാജരാക്കുന്ന ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. കിട്ടിയല്ലോ. സോ നമുക്ക് റിട്ടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അവസാനം കുറച്ച് ക്വസ്റ്റ്യനൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനൂടെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് സെറ്റാണ്. റിട്ടിൽ നിന്ന് 1 മാർക്ക് പോലും പോകത്തില്ല. സോ നമുക്ക് ആൻസറിലോട്ട് വരാടാ. നമുക്ക് ആൻസറിലോട്ട് പിന്നീട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ റിട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൗലിക അവകാശങ്ങൾ നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്, അല്ലേ? മൗലിക അവകാശത്തിലെ 6ാമത്തെ മൗലിക അവകാശമാണ് ഭരണഘടന റെമഡീസിനുള്ളത്, അല്ലെ? പരിഹാരം കാണാനുള്ള അവകാശങ്ങളാണ്, അല്ലെ? റെമഡീസിനുള്ളത്. സോ ഈ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 ആണ് എന്ന കാര്യം ഓർത്തുക. ഇനി ഈ ആർട്ടിക്കിൾ 32നെ 2 പ്രസ്താവനയായിട്ട് നമുക്ക് തരംതിരിക്കാം, അല്ലെങ്കിൽ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, നമുക്ക് ഏതൊരു ഇന്ത്യൻ പൗരനും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഹനിക്കുവാണെങ്കിൽ സുപ്രീം കോടതിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ
ഇടപെടാൻ പറ്റും. സുപ്രീം കോടതിക്ക് അവിടെ ഇടപെടാൻ പറ്റും. എന്ത് വഴി? റിട്ട് പാസ്സാക്കി ഇടപെടാൻ പറ്റും. അപ്പൊ മനസ്സിലായോ? അങ്ങനെയാണ് എന്ത് പറയുന്നത്, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നൊരു പദവിയിലേക്ക് ആര് വരുന്നത്? നമ്മുടെ സുപ്രീം കോടതി വരുന്നത്. മനസ്സിലായോ? ഇനി നമ്മുടെ ഈ BR അംബേദ്കർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്ന് പറഞ്ഞത് ആരാണ്? BR അംബേദ്കർ ആണ്. സോ കാര്യം മനസ്സിലായോ? റിട്ടിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റിട്ടുകൾ ഏതാണെന്ന് നോക്കാം. എടാ, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ റിട്ട് ഉണ്ട്. 5 റിട്ടാണ് ടോട്ടൽ, 5 റിട്ടാണുള്ളത്. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. രണ്ടാമത്തെ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥത്തോടെ മനസ്സിലാക്കി പോകാം. പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഹാവ് ദ ബോഡി എന്നാണ്, അല്ലെങ്കിൽ ഹാജരാക്കുക അല്ലെങ്കിൽ ദേഹം ഹാജരാക്കുക എന്ന് പറയുന്നു. മാൻഡമസ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ആണ്, അല്ലെങ്കിൽ കൽപ്പിക്കുക എന്നാണ്. കൽപ്പിക്കുക, നാം ആജ്ഞാപിക്കുക. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിലക്കുക എന്നാണ് അല്ലെ. പ്രോവിഡന്റ് എന്ന് പറഞ്ഞാൽ വിലക്കുക എന്നാണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക ആണ്. ഓക്കെ. സെർഷറി എന്താണ്? ടു ബി സർട്ടിഫൈഡ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റദ്ദാക്കുക അല്ലെങ്കിൽ ഹാജരാക്കുക, ഇൻഫോം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് വരുന്നത്? സെർഷറിക്കകത്ത് വരുന്നത്. ദെൻ കോവാറന്റോ എന്ന് പറഞ്ഞാൽ എന്തധികാരം. കോവാറന്റോ എന്താണ്? എന്തധികാരം. സോ മനസ്സിലാക്കി വെക്കുക. 5 റിട്ട് ഉണ്ടെന്ന് പഠിച്ചു. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷറി ആൻഡ് കോവാറന്റോ. ഇത് രണ്ടും എന്താണ്? ജുഡീഷ്യൽ നേച്ചർ, ജുഡീഷ്യൽ ബോഡിക്കെതിരെയാണ് കൊടുക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എടാ, ഒന്നാമത്തെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയാം? ടു ഹാവ് ദ ബോഡി. ഇതെല്ലാം എന്താണ്? ലാറ്റിൻ വേർഡാണ് അല്ലേ. ഹേബിയസ് കോർപ്പസ് എന്ന് നോക്കാൻ ലാറ്റിൻ വേർഡാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലെ ഇതൂടെ അർത്ഥം പഠിച്ചു വെച്ചേക്കാം. ഈ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഉദ്ദേശം എന്താണ്? നിയമവിരുദ്ധമായ തടങ്കലിൽ നിന്ന് ഒരാൾക്ക് സ്വാതന്ത്ര്യം സംരക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക. നിയമവിരുദ്ധമായിട്ടുള്ള തടങ്കലിൽ നിന്നാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ പിടിച്ചുകൊണ്ട് പോവുക. ഓക്കെ, നിയമവിരുദ്ധമായിട്ട് ഒരാൾ പിടിച്ചുകൊണ്ട് പോയി തടങ്കൽ വെക്കുക. അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഈ ഒരു റിട്ട് കൊണ്ടുള്ള ലക്ഷ്യമാണ് തടവിലാക്കിയ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുക. ഈ ഒരു ഹേബിയസ് കോർപ്പസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? തടവിലാക്കിയ വ്യക്തിയെ എന്ത് ചെയ്യാം? കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുക. തടങ്കൽ നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കുക. കോടതി എന്ത് ചെയ്യുന്നുണ്ട്? നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കുക. ഒന്ന് ഹാജരാക്കുക, അല്ലെങ്കിൽ അത് നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കുക. മനസ്സിലായല്ലോ? ഈ സ്ലൈഡ് എല്ലാവർക്കും ക്ലിയർ ആയോ? നമുക്ക് അടുത്തതിലേക്ക് പോയാം. കോടതിയുടെ നടപടി എന്താണെന്ന് നോക്കാം. കോടതി എന്തുവാണ്? തടങ്കൽ നിയമവിരുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയെ വെറുതെ വിടും. ഓക്കെ, നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വെറുതെ വിടും. ഇനി ആർക്കെതിരെയാണ് കൊടുക്കുന്നത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇമ്പോർട്ടൻ്റ്. എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആർക്കെതിരെയൊക്കെയാണ് നൽകുന്നത്? ഹേബിയസ് കോർപ്പസ് പൊതു അധികാരികൾക്ക് എതിരെ നൽകാൻ പറ്റും, സ്വകാര്യ വ്യക്തിക്കെതിരെ കൊടുക്കാൻ പറ്റും. പൊതു അധികാരിക്കെതിരെയും സ്വകാര്യ വ്യക്തി. മനസ്സിലാക്കണേ, പോലീസ് എന്ന് പറയുന്ന പൊതു അധികാരികൾക്ക് വരുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ 2 കേസിൽ എന്താ ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റും എന്ന കാര്യം ഓർക്കാം. ഇനി ആർക്കെതിരെയൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല, ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ആർക്കെതിരെയൊക്കെയാണ്, അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ തടങ്കൽ നിയമാനുസൃതമായി പ്രോപ്പറായിട്ടുള്ള നിയമം ഉണ്ടല്ലോ, നിയമം അനുസരിച്ചാണ് തടങ്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേബിയസ് കോർപ്പസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് BNS പോലുള്ള പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ IPS പകരമായിട്ട് വന്നിട്ടുള്ള, അല്ലേ, CRPCക്കൊക്കെ പകരമായിട്ട് വന്നിട്ടുള്ള. സോ ഈ നിയമങ്ങളുടെ അനുസൃതമായിട്ടാണ് ഒരാളെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നത്? തടങ്കലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത എന്താണ്? നിയമസഭയോ കോടതിയോ അവഹേളിക്കുന്ന നടപടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചു വെക്കുകയാണ്. അതും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹം നിയമസഭയെ അവഹേളിക്കുകയാണ്, കോടതി അലക്ഷ്യമായിട്ട് പ്രവർത്തിക്കുകയാണ്. കോടതി ചെയ്യല്ലേ എന്ന് പറയുന്നത് ചെയ്തു, അല്ലെങ്കിൽ കോടതി അങ്ങോട്ട് പ്രവേശിക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും പ്രവേശിക്കുകയാണെങ്കിൽ എന്താണ്? കോടതി അലക്ഷ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാളെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഓക്കെ, ഇനി എന്താണ്? കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണ്. കോടതിയുടെ അധികാര പരിധിക്കാണ്. അപ്പം നമ്മുടെ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ ഹേബിയസ് കോർപ്പസ് പറ്റത്തില്ല. ഇപ്പം കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ അധികാര പരിധി ഉണ്ടല്ലോ, കേരളത്തിൻ്റെ ജുറിസ്ഡിക്ഷനകത്ത് വരും. ഈ ഒരാളെ പിടിച്ചു വെച്ചേക്കുന്നത് തമിഴ്നാട്ടിലാണ് എങ്കിൽ ഈ കേരള ഹൈക്കോടതിക്ക് ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്? തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ മദ്രാസ് ഹൈക്കോടതിക്കായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. സോ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്താണെന്ന് മനസ്സിലായോ? തടങ്കൽ നിയമാനുസൃതമാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് നൽകാൻ കഴിയത്തില്ല. നിയമസഭയോ കോടതിയോ അവഹേളിക്കുന്ന രീതിയിലാണെങ്കിൽ, കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ ഇത്രയും കാര്യം മിനിമം എങ്കിലും അറിഞ്ഞു വെക്കുക. ക്വസ്റ്റ്യൻ്റെ ലെവൽ കൂടി വരികയാണ്. നിങ്ങൾ എത്ര പഠിക്കുന്നോ അതിനപ്പുറമാണ് BSc ചോദിക്കുന്നത്. സോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇനി അടുത്തതിലേക്ക് വരാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. PYQ ആണ് കേട്ടോ. PYQ ആണ്, ഇതും PYQ ആണ് കേട്ടോ.
എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 21 അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 21 ഉറപ്പാക്കിയിട്ടുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പ്രധാന സംരക്ഷകൻ ആരാണ്? ഹേബിയസ് കോർപ്പസ് ആണ് എന്ന റിട്ടാണെന്ന് ഓർക്കാം. അപ്പോൾ റിട്ട് എടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? ഒന്ന് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് അടിക്കണേ, റിട്ട് എടുത്തിരിക്കുന്ന ഏത് രാജ്യത്താണെന്ന്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. ഇനി ഏറ്റവും വേഗമേറിയ റിട്ടാണ് ഇപ്പോൾ ഉള്ള റിട്ടുകളിൽ വെച്ച് ഏറ്റവും വേഗമേറിയ റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? നമ്മുടെ ഹേബിയസ് കോർപ്പസ് ആണ്. പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയുള്ളത് റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി എന്താ? സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അടിയന്തരാവസ്ഥ കാലത്തിൽ സസ്പെൻഡ് ചെയ്യാത്ത ആർട്ടിക്കിൾ ഏതൊക്കെയായിരുന്നു? 20, 21 അല്ലേ? അത് 21 ഏതിനകത്ത് വരുന്ന? ഹേബിയസ് കോർപ്പസിനകത്ത് വരുന്ന. സോ ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം ഇവിടെ ഓർത്ത് വെച്ചേക്കണം. സോ ബാക്കിയുള്ള റിട്ടുകൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റദ്ദാക്കാൻ പറ്റും കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കണേ. ആർട്ടിക്കിൾ 359 പ്രകാരം എന്താണ്? ബാക്കിയുള്ള റിട്ടുകൾ താൽക്കാലികമായിട്ട് പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ സമയത്ത് നിർത്തിവെക്കാൻ പറ്റും എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ കാര്യം മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി ഞാൻ പറയുന്നത് ഈ ഒരു ടേബിൾ തന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഓരോ റിട്ട് പഠിക്കും, അതിനെക്കുറിച്ചുള്ള പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ടേബിളിനകത്ത് തന്നേക്കുന്നത്. ടേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ? ടേബിൾ ആകുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ നമ്മൾ ടേബിളായിട്ട് നല്ലാണ് സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ? ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ്. കാണാത്തവർ ഉറപ്പായിട്ട് അത് കണ്ടു നോക്കുക. നമ്മൾ 2 എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു അനാലിസിസ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള വീഡിയോയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടും. ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ കറണ്ട് അഫയേഴ്സും കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഏകദേശം 15 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം നോക്കുക, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലോ, ശരീരം ഹാജരാക്കുക എന്നാണ് അല്ലേ? ലക്ഷ്യം എന്താണ്? തടവിലാക്കപ്പെട്ട വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കുക, തടങ്കലിന്റെ നിയമസാധ്യത പരിശോധിക്കുക. ഇനി എന്താണ്? ആർക്കെതിരെയൊക്കെയാണ് പറ്റുന്നത്? പബ്ലിക് അതോറിറ്റിക്കെതിരെയും പറ്റും, അതുപോലെ തന്നെ പ്രൈവറ്റ് പേഴ്സണെതിരെയും പറ്റും, പൊതു അധികാരികൾക്കെതിരെയും സ്വകാര്യ വ്യക്തിക്കെതിരെയും പറ്റും. ഏതാണ്? ഹേബിയസ് കോർപ്പസ്. പഠിച്ചു വെക്കുക, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ കാര്യം മനസ്സിലായി എങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്തയാണ് മാൻഡമസ് എന്ന് പറഞ്ഞ റിട്ട്. എന്താണ് മാൻഡമസിന്റെ അർത്ഥം? അല്ലെങ്കിൽ നമ്മൾ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ ബി കമാൻഡഡ് എന്നാണ് അർത്ഥം. അപ്പം ഇത് ആർക്കാണ്? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു പൊതു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പൊതു സ്ഥാപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ സ്ഥാപനമോ അവരുടെ നിയമപരമായിട്ടുള്ള കടമ നിർവഹിക്കാൻ കോടതി നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവരുടെ നിയമപരമായിട്ടുള്ള കടമ നിർവഹിക്കാനായിട്ട്. അപ്പോൾ എന്താണ് ലക്ഷ്യം? പൊതു അധികാരികൾ അവരുടെ നിയമപരമായിട്ടുള്ള കടമകൾ അനുഷ്ഠിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ നിയമാനുസൃതമായിട്ട് കടമകൾ നിർവഹിക്കാനായിട്ട് നിർബന്ധിതരാക്കുന്ന റിട്ടാണ് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ് എന്ന് പറയുന്നത്. മനസ്സിലായേ? ഓക്കെ, കാര്യം കിട്ടിയല്ലോ, എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്തയിലേക്ക് വരാം. എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കണേ. എപ്പോഴാണ് നൽകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുന്നത്? ഇതിനകത്ത് പഠിച്ചു വെക്കണ്ട. സ്വകാര്യ വ്യക്തിക്കോ സ്ഥാപനത്തിനെതിരെയോ നൽകാൻ പറ്റത്തില്ല. ഏത്? മാൻഡമസ്. പഠിച്ചേ, മാൻഡമസ് സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ സ്ഥാപനത്തിനെതിരെ നൽകാൻ പറ്റത്തില്ല. ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇനി ഇത് അടുത്ത ഒരു പോയിന്റാണ്. കരാർ ബാധ്യതയ്ക്ക് എന്ത് നടപ്പിലാക്കാൻ പറ്റത്തില്ല? കരാർ ബാധ്യത ഇപ്പം നമ്മൾ പറയും, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടെന്ന് വിചാരിക്കുക. ഇനി അവിടെ കരാർ ലംഘനം നടന്നെന്ന് പറഞ്ഞിട്ട് മാൻഡമസ് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? മാൻഡമസ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, മനസ്സിലാക്കണേ. സോ കരാറുമായിട്ട് ബന്ധപ്പെട്ട് മാൻഡമസ് നൽകാൻ പറ്റത്തില്ല. ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയോ സംസ്ഥാന ഗവർണറിനെതിരെയോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാൻഡമസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയോ അതുപോലെ ഗവർണർക്കെതിരെയോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാൻഡമസ് നൽകാൻ കഴിയത്തില്ല. അടുത്തയിലേക്ക് വരാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സാരാംശത്തിലേക്ക് വരാം. എന്താണ്? ലാറ്റിൻ പദമാണ് മാൻഡമസ്. അർത്ഥമാക്കുന്നത് നമ്മൾ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ ബി കമാൻഡഡ് എന്നാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്നത്? പൊതു ഉദ്യോഗസ്ഥരോ സ്ഥാപനമോ കോടതിയോ ട്രൈബ്യൂണലോ സർക്കാരിൻ്റെ അവരുടെ നിയമപരമായിട്ടുള്ള ഇതാണ് വേണ്ടത്. നിയമപരമായിട്ടുള്ള പൊതു കടമകൾ ലീഗൽ പബ്ലിക് ഡ്യൂട്ടി നിർവഹിക്കാൻ ഉന്നത കോടതി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നിർദ്ദേശിക്കുന്ന റിട്ടാണ്. ഇനി ഉദ്ദേശം എന്താണ്? പൊതു അധികാരികൾ അവരുടെ നിയമപരമായിട്ടുള്ള കടമകൾ നിർവഹിക്കാതെ വരുമ്പോൾ അത് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ഏത്?
ഈ ഒരു മാൻഡമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കെതിരെയാണ് പുറപ്പെടുവിക്കാൻ കഴിയില്ലാത്തത്? സ്വകാര്യ വ്യക്തി, പഠിച്ചോണേ, രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർ, വിവേചനാധികാരമുള്ള കടമകൾ നിർവഹിക്കുന്നതിനായിട്ട് മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. പിന്നെ കരാർ ബാധ്യതകൾക്ക് മാൻഡമസ് വരത്തില്ല. പഠിച്ചു വെച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കണം. ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കും. സോ അടുത്തതിലേക്ക് വരാം. കോവാറന്റോ. അടുത്ത് എന്താണ് പറയുന്നത്? കോവാറന്റോ എന്നതാണ് എന്തധികാരം എന്നാണ്. കോവാറന്റോ എന്ന് എന്തധികാരം. നമ്മൾ കണ്ടിട്ടുള്ള ഈ പത്മനാഭ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വാറന്റ് ആയിരുന്നു എന്ന് ഏത് റിട്ട് ആയിരുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടില്ലേ? അത് കോവാറന്റോ ആയിരുന്നു അല്ലേ? കോവാറന്റോ എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തി ഒരു പൊതു ഓഫീസിലോ തൻ്റെ അവകാശവാദം നിയമപരമാണെന്ന് അന്വേഷിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്നു. അതായത് ഒരാളെ നിയമാനുസൃതമല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അത് പൊതു അതോറിറ്റിയുടെ സ്ഥാപനമാണ്, നിയമം മൂലം സ്ഥാപിച്ച സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് അധികാരത്തിലാണ് അവിടെ കയറിയിരിക്കുന്നതെന്ന് കോടതി ചോദിക്കുക. എന്ത് അധികാരത്തിലാണ് അയാൾ അവിടെ കയറിയിരിക്കുന്നത്? അതൊന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു വ്യക്തി ഒരു പൊതു പദവി അനധികൃതമായിട്ട് കൈവശപ്പെടുത്തുന്നത് തടയുന്നുണ്ട് ഈ ഒരു നിയമത്തിലൂടെ. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റു സ്വാധീനത്തിലൂടെ അവിടെ കയറിയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് തടയുന്ന ഒരു റിട്ടും കൂടിയാണ് കോവാറന്റോ. എന്തധികാരം, മനസ്സിലാക്കണേ, എന്തധികാരം. ഇനി റിട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ഈ മറ്റുള്ള റിട്ടിൽ നിന്ന് ഈ ഒരു റിട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു പൊതു ആയിട്ട് അല്ലെങ്കിൽ താല്പര്യമുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? പൊതു ഹർജി പോലെ ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. മനസ്സിലാക്കണേ, താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഈ റിട്ട് കൊടുക്കാൻ പറ്റും. താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഈ റിട്ട് കൊടുക്കാൻ പറ്റും. എപ്പോഴാണ് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്? നമ്മൾ അതായത് ഒരു പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് നിയമം മൂലം, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും, നിയമം മൂലം സ്ഥാപിച്ചൊരു ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ സ്ഥിര സ്വഭാവമുള്ള പെർമനൻ്റ് ആയിട്ട് ഒരു ഹൗസിന് പെർമനൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടേഴ്സസ് ഉള്ള ഒരു ബോഡി ആയിരിക്കും. അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ബോഡിയിൽ ഏതെങ്കിലും ഒരു നിയമാനുസൃതമല്ലാതെ എന്തുവാണ് കയറിയിരിക്കുന്ന ഒരാൾക്കെതിരെ എന്തധികാരം അല്ലെങ്കിൽ പറയുന്ന ഒരു റിട്ടാണ് കോവാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, വായിച്ചു നോക്കാം. ഭരണഘടന വഴിയോ അല്ലെങ്കിൽ നിയമം വഴി രൂപീകരിക്കപ്പെട്ട സ്ഥിരമായ സ്വഭാവമുള്ള ഒരു ഗണ്യമായിട്ടുള്ള പൊതു പദവിയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഒരിക്കലും എന്തിനകത്ത് പറ്റത്തില്ല? മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ സ്വകാര്യ ഓഫീസുകളുടെ കാര്യത്തിൽ ഇത് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. സ്വകാര്യ ഓഫീസിനകത്ത് പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ സ്വകാര്യ ഓഫീസിനകത്ത് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർത്തു വെച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സാരാംശം നോക്കാം, ടേബിളായിട്ട് പഠിക്കാമല്ലോ. അർത്ഥം നോക്കണേ. കോവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തധികാരം എന്നാണ് അല്ലേ. ഇനി എന്താണ് പർപ്പസ്? ഒരു വ്യക്തി പൊതു ഓഫീസിൽ തൻ്റെ അവകാശവാദം നിയമപരമാണെന്ന് കോടതി അന്വേഷിക്കുന്നു. പ്രധാന ധർമ്മം എന്താണ്? ഒരു പദവി അനധികൃതമായിട്ട് കൈവശപ്പെടുത്തുകയാണെങ്കിൽ അത് തടയുന്നു, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് എന്ത് ചെയ്യാണ് അത് നേടിയെടുക്കുകയാണെങ്കിൽ അത് തടയുന്നു. ആർക്കൊക്കെ ആവശ്യപ്പെടാൻ പറ്റും? നമ്മൾ പറഞ്ഞല്ലോ, താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം? റിട്ട് അവകാശപ്പെടാൻ പറ്റും. എപ്പോഴാണ് കൊടുക്കുന്നത്? സ്ഥിര സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ, ഒരു പെർമനൻ്റ് ആയിട്ട് പദവിയിലുള്ള ഒരു പബ്ലിക് അതോറിറ്റിക്ക് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു ഓഫീസിനെതിരെ മാത്രമാണ് കൊടുക്കുന്നത്. ഒരിക്കലും എന്തിനകത്ത് പറ്റത്തില്ല? മിനിസ്റ്റീരിയൽ ലെവലിലോ സ്വകാര്യ വ്യക്തിക്കോ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു ഓഫീസിൻ്റെ പദവി എന്തായിരിക്കണം? ഒന്നീ ഭരണഘടന അല്ലെങ്കിൽ നിയമം മൂലം സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമായിരിക്കണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് ഈ ഒരു കാര്യം കൊടുക്കുന്നത്. അല്ലാതെ മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ സ്വകാര്യ ഓഫീസിനെതിരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. സോ കാര്യം മനസ്സിലായോ? ഇനി അടുത്തിലേക്ക് വരാം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വിലക്കുക എന്നാണ് അല്ലേ, തടയുക. ആരാണ് തടയുന്നത്? ഉന്നത കോടതി. ഏത് കോടതിയെ തടയുന്നു? കീഴ്ക്കോടതിയോ ട്രൈബ്യൂണലിനെ തടയുക. മനസ്സിലാക്കണേ, പ്രൊഹിബിഷൻ ചെയ്യുക, തടയുക. അപ്പോൾ എന്താണ് ഇത് ഉദ്ദേശം നോക്കാം. കീഴ്ക്കോടതി തൻ്റെ അധികാര പരിധി കീഴ്ക്കോടതിക്ക് ഒരു അധികാര പരിധി ഉണ്ടായിരിക്കും, അതിനൊരു ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരിക്കും. അത് ലംഘിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അധികാരം കൂടുതലായിട്ട് കൈവശപ്പെടുത്തുകയാണ്, അതിനില്ലാത്ത അധികാരം കൂടെ കൂടുതലായിട്ട് കൈവശപ്പെടുത്തുകയാണെങ്കിൽ അത് തടയുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രൊഹിബിഷൻ എന്ത് ചെയ്യുക? തടയുക, വിലക്കുക. ആരാണ്? ഉന്നത കോടതി. സോ കാര്യം എന്താ? ഇതിൻ്റെ രണ്ടിലെ വ്യത്യാസം എന്താണ്? മാൻഡമസും പ്രൊഹിബിഷനും തമ്മിലുള്ള വ്യത്യാസം
വ്യത്യാസം നോക്കാം. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോടതി പ്രവർത്തിക്കാൻ പറയുക, ഒരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ പൊതു കടമ നിർവഹിക്കാൻ പറയുകയാണ്. ഓക്കെ, അപ്പം പൊതു കടമ നിർവഹിക്കാൻ പറയുകയാണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്ത് ചെയ്യാണ്? ഇനാക്റ്റീവ് ആവുക അല്ലെങ്കിൽ വിട്ടു നിൽക്കുക എന്ന കാര്യങ്ങളാണ് ഓർത്തുക്കേണ്ടത്. വിട്ടു നിൽക്കുക. കാര്യം മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം, ആർക്കെതിരെ നൽകാമെന്നാണ്. ആർക്കെതിരെ നൽകാം? ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ, കാസ്റ്റ് ജുഡീഷ്യൽ സ്ഥാപനത്തിനെതിരെ റിട്ട് നൽകാൻ പറ്റും. ആർക്കെതിരെ നൽകാൻ പറ്റത്തില്ല. അപ്പം പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ആർക്കെതിരെ നൽകാൻ പറ്റത്തില്ല. ഓക്കെ, ആർക്കെതിരെ നൽകാൻ പറ്റത്തില്ല? അഡ്മിനിസ്ട്രേഷൻ അധികാരികൾക്കെതിരെ പറ്റത്തില്ല. നിയമനിർമ്മാണ സഭകൾക്കെതിരെ പറ്റത്തില്ല. ഓർത്തു വെച്ചേക്കണേ, അഡ്മിനിസ്ട്രേഷൻ അധികാരികൾ, നിയമനിർമ്മാണ സഭകൾ, പിന്നെ എന്താണ്? സ്വകാര്യ സ്ഥാപനത്തിനെതിരെയും കൊടുക്കാൻ പറ്റുന്നത്. സ്വകാര്യ സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റുന്നത് മാൻഡമസ് മാത്രമേ ഉള്ളൂ. മാൻഡമസ് അല്ല, ഹേബിയസ് കോർപ്പസ് മാത്രമേ ഉള്ളൂ സ്വകാര്യ വ്യക്തികൾക്കെതിരെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഒന്ന് നോക്കണം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക എന്ന്. ഉയർന്ന കോടതിയാണ്, ഉന്നത കോടതിയാണ്, കീഴ്ക്കോടതിക്കോ ട്രൈബ്യൂണലിനെതിരെയാണ് കൊടുക്കുന്നത്. സോ അത് ആർക്കൊക്കെ എതിരെയാണ് നൽകുന്നത്? ജുഡീഷ്യൽ ആയിട്ടുള്ള കാസ്റ്റ് ജുഡീഷ്യൽ ബോഡിക്കെതിരെയാണ് കൊടുക്കുന്നത്. സോ ആർക്കെതിരെ നൽകുന്നില്ല? അഡ്മിനിസ്ട്രേഷൻ അധികാരികൾ, നിയമനിർമ്മാണ സഭകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ഈ റിട്ട് കഴിയില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു സാരാംശം നോക്കിയാലോ. എന്താണ് നമ്മൾ പഠിച്ചത്? പ്രൊഹിബിഷൻ ആണ്. അത് വിലക്കുക എന്നാണ്. ആരാണ് നൽകുന്നത്? ഉന്നത കോടതി. ആർക്കാണ് നൽകുന്നത്? കീഴ്ക്കോടതിക്കോ അല്ലെങ്കിൽ ട്രൈബ്യൂണലിലോ ആണ് നൽകുന്നത്. ഉദ്ദേശം എന്താണ്? കീഴ്ക്കോടതി തൻ്റെ അധികാര പരിധി ലംഘിക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നതിൽ നിന്നോ തടയുക. ആരാണ് തടയുന്നത്? മേൽക്കോടതി, ഉന്നത കോടതി. മറന്നുപോലെ. ഇനി ഇത് പ്രവർത്തിക്കുന്നത് അപ്പം എന്താണ് ഇതിൻ്റെ? നമ്മൾ പറഞ്ഞായിരുന്നു, പ്രവർത്തനത്തിൽ ഇനാക്റ്റീവായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നില്ല. അപ്പം മാൻഡമസിൻ്റെ കൂട്ട് പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നു. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ജോലി ചെയ്യുക എന്നാണ്. അപ്പം ഇവിടെ നിന്ന് ഇനാക്റ്റീവ് ആവുക. മനസ്സിലായോ? അല്ലെങ്കിൽ വിട്ടു നിൽക്കുക എന്നാണ്. അപ്പം ആർക്കെതിരെയാണ് നൽകുന്നത്? ജുഡീഷ്യറി അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡിക്കെതിരെയാണ്. ആർക്കെതിരെ നൽകാനാവത്തില്ല? അഡ്മിനിസ്ട്രേഷൻ അധികാരികൾക്കെതിരെ പറ്റത്തില്ല, നിയമനിർമ്മാണ സഭകൾക്കെതിരെ പറ്റത്തില്ല, സ്വകാര്യ സ്ഥാപനത്തിനെതിരെ പറ്റത്തില്ല എന്ന കാര്യം ഇവിടെ ഓർത്ത് വെക്കുക. സ്വകാര്യ സെറ്റായോ? ഇനി അടുത്തിലേക്ക് വരാം. ഷെർഷോറി എന്ന് പറയുന്നത്. ഷെർഷോറി എന്ന് പറയുമ്പോഴേ പണ്ട് തൊട്ട് ഞങ്ങൾ പഠിക്കുന്ന ഒരു കോഡുണ്ട്. ഷെർഷോറി കയറി പോവുക. എവിടുന്ന? മുകളിലേക്ക് കയറി പോവുക, അല്ലേ? മുകളിലേക്ക് കയറി പടി കയറി പോവുക. അപ്പോൾ ഷെർഷോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്ക്കോടതിയിൽ നിന്ന് എങ്ങോട്ട് പോവുകയാണ്? മേൽക്കോടതിയിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അറിയിക്കുക. ഇതൊക്കെയാണ് എന്ത് പറഞ്ഞാൽ ഷെർഷോറിക്കകത്ത് വരുന്നത്. സോ എന്താണ്? നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചില്ലായിരുന്നോ? അല്ലെങ്കിൽ രേഖകൾ ആവശ്യപ്പെടുക എന്നൊക്കെ കാര്യത്തിനകത്ത് ഷെർഷോറിയാണ് വരുന്നത്. അപ്പോൾ ആരാണ് പുറപ്പെടുവിക്കുന്നത്? ഉയർന്ന കോടതിയാണ്. ആർക്കെതിരെയാണ്? കീഴ്ക്കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണലിനെതിരെയാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? സോ ഇനി ലക്ഷ്യം എന്താണ്? താഴ്ന്ന കോടതിയുടെ പരിഗണനയുള്ള കേസ് ഉയർന്ന കോടതിയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ താഴ്ന്ന കോടതിയുടെ നൽകിയ ഉത്തരവ് റദ്ദാക്കുക. താഴ്ന്ന കോടതി ഏതെങ്കിലും അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും തെറ്റായിട്ട് രീതിയിൽ ഉത്തരവ് കൊടുക്കുകയാണെങ്കിൽ അത് റദ്ദ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? താഴ്ന്ന കോടതിയിൽ നിന്ന് മേലുന്ന കോടതിയിലേക്ക് എന്ത് ചെയ്യുക? കേസ് മാറ്റുക എന്ന കാര്യയുടെ ലക്ഷ്യം വരുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ്? ഇതിൻ്റെ സാഹചര്യങ്ങളല്ലാത്ത ഏതൊക്കെ സാഹചര്യങ്ങൾ? അധികാരങ്ങൾ ലംഘിക്കുന്ന സമയത്ത്, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പിഴവ് കീഴ്ക്കോടതിക്ക് സംഭവിക്കുന്നതൊക്കെ സമയത്ത് ഷെർഷോറി ഇടാൻ പറ്റും. നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇത് ആർക്കെതിരെ നൽകാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ജുഡീഷ്യൽ കാസ്റ്റ് ജുഡീഷ്യറി സ്ഥാപനങ്ങൾക്കെതിരെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അധികാരികൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? നൽകാൻ പറ്റും. ഇനി നൽകാൻ പറ്റാത്ത ആർക്കൊക്കെയാണ്? ലെജിസ്ലേറ്റീവ് ബോഡീസിനെതിരെ പറ്റത്തില്ല, സ്വകാര്യ വ്യക്തിക്കെതിരെ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞില്ലേ, സ്വകാര്യ വ്യക്തി എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസിൽ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊന്നിനും വരുന്നില്ല എന്ന കാര്യം ഇവിടെ ഓർക്കുക. സോ കാര്യം മനസ്സിലായോ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് സാരാംശം നോക്കാലോ. എന്താണ് ഇതിൻ്റെ മീനിങ്? എന്താണ്? സാക്ഷ്യപ്പെടുത്തുക, അറിയിക്കുക. ടു ബി സർട്ടിഫൈഡ്, ടു ബി ഇൻഫോംഡ്. ഇനി എന്താണ്? നൽകുന്നത് ആരാ? ഉയർന്ന കോടതി. എങ്ങനെയാണ്? കേസ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഉത്തരവ് റദ്ദ് ചെയ്യുക, അല്ലേ? ഇനി അടുത്തത് പുറപ്പെടുവിക്കുന്ന സാഹചര്യങ്ങൾ, അധികാര പരിധികൾ, ഏതെങ്കിലും എക്സസീവ് ആയിട്ടുള്ള അധികാര പരിധികൾ ലംഘിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക, നിയമപരമായിട്ടുള്ള പിഴവ് സംഭവിക്കുന്ന സമയത്ത്. ഇനി എന്താണ്? ഇത് രണ്ടും കൂടെ ഒന്ന് ഓർത്തുക്കണം. ഈ ഒരു നേച്ചർ എന്താണ്? പ്രതിരോധവും പരിഹാരവും കാണുന്നുണ്ട്. എന്തിലൂടെ?
എന്തിലൂടെ നമ്മൾ പഠിച്ച ഏതാണ് ഷെർഷറിയിലൂടെ എന്തൊക്കെയാണ് കോടതി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രതിരോധവും പരിഹാരവും പ്രിവെൻറ്റീവ് ആണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ പരിഹാരം കൂടെ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടുണ്ട്. ഇത് ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഏതാണ്, ഇത് ആർക്കൊക്കെയാണ് നൽകുന്നത്? ഓക്കെ ജുഡീഷ്യറി, അർദ്ധ ജുഡീഷ്യറി അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിക്കെതിരെ നൽകാൻ പറ്റുന്നതാണ്. ഇനി നൽകാൻ കഴിയാത്ത ആർക്കൊക്കെയാണ്? നിയമനിർമ്മാണ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യക്തികൾക്കെതിരെ നൽകാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഈ ടേബിൾ പഠിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുവാണ്, അടുത്തൊരു കാര്യത്തിലേക്ക് വരുവാണ്. എടാ, സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 32 അറിയാം, അതുപോലെ ഹൈക്കോടതിയുടെ റിട്ടുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 226. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് പഠിക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിലേക്ക് വരാൻ പറ്റും. ആ ചോദ്യത്തിലേക്ക് വരാം. സോ എന്താണെന്ന് നോക്കാം. എടാ, അധികാര പരിധി. അപ്പം മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നതാണ് ആർട്ടിക്കിൾ 32 അനുസരിച്ച് കേട്ടോ. മൗലിക അവകാശങ്ങളില്ലേ 12 മുതൽ 35 വരെയുള്ള മൗലിക അവകാശങ്ങൾ, ആ മൗലിക അവകാശങ്ങൾ മാത്രമായിട്ട് സംരക്ഷിക്കുന്നത് ആര്? സുപ്രീം കോടതി. മനസ്സിലായോ? ഇനി മൗലിക അവകാശങ്ങളും മറ്റ് രീതിയിലുള്ള റിട്ടുകളും ഉള്ള അവകാശമുണ്ട്. മൗലികാവകാശമുണ്ട്, മൗലികാവകാശം നടപ്പാക്കാനും പറ്റും. മറ്റേതെങ്കിലും ആവശ്യമായിട്ട് ഓർഡിനറി ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള റിട്ടും പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഹൈക്കോടതിയുടെ എത്രയാണ്? 226 ആണേ. ഇനി അടുത്ത് പറയാം, ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ്? ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യ മുഴുവനുണ്ട്. ഇന്ത്യ മുഴുവനായിട്ട് വരുന്നതാണ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യോ? സർക്കാരിനെതിരെ എന്ത് ചെയ്യാം? റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. അപ്പം ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ എവിടെ ഉള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഹൈക്കോടതിയിൽ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് പ്രത്യേകമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. കേരളത്തിൻ്റെ ഹൈക്കോടതിയുണ്ട്, തമിഴ്നാടിൻ്റെ ഹൈക്കോടതിയുണ്ട്. അതിൻ്റെ അധികാര പരിധിയിലുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ അധികാരികൾക്കെതിരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വളരെ കുറവായിരിക്കും എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഓക്കെ, അധികാര പരിധി ഏറ്റവും കൂടുതലുള്ളത് ഹൈക്കോടതിക്കാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു ഏരിയ വളരെ കുറവ് ഹൈക്കോടതിക്കാണ് എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. രണ്ട് രീതിയിലും ഹൈക്കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മൗലികാവകാശവും ഉണ്ട്, മറ്റു രീതിയിലുള്ള അവകാശങ്ങളും ആർക്ക് പറ്റും? ഹൈക്കോടതിക്ക് പറ്റും. സോ അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവേചനാധികാരം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർട്ടിക്കിൾ 32 അനുസരിച്ച് ഒരു പരിഹാരത്തിനായിട്ട് മൗലികാവകാശത്തിൻ്റെ ലംഘനമായിട്ട് സുപ്രീം കോടതി പോവുകയാണെങ്കിൽ ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റും? വിസമ്മതിക്കാൻ കഴിയത്തില്ല. അത് ഉറപ്പായിട്ട് നേടിക്കൊടുത്തേ പറ്റൂ. ഓക്കെ, അത് വിവേചന അധികാരത്തിനകത്ത് വരുന്നതാണ്. സുപ്രീം കോടതിക്ക് അതിൻ്റെ റിട്ട് അധികാര പരിധി വിസമ്മതിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അതെന്ത് ചെയ്യാൻ പറ്റും? ഈ ആർട്ടിക്കിൾ അനുസരിച്ച് അതെടുത്ത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് ഉറപ്പായിട്ട് നേടിക്കൊടുക്കണം. പക്ഷേ വിവേചന അധികാരം ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ആർക്ക്? ഹൈക്കോടതിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത് വേണമെങ്കിൽ ഇല്ല അല്ലെങ്കിൽ വിസമ്മതിക്കാനോ അല്ലെങ്കിൽ വിവേചന അധികാരം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈക്കോടതിക്ക് വിവേചന അധികാരം ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് എന്ത് ചെയ്യാൻ പറ്റും? റദ്ദാക്കാനോ അല്ലെങ്കിൽ അത് മാറ്റാനോ അതൊക്കെ ചെയ്യാൻ ഹൈക്കോടതിക്ക് പറ്റും. പക്ഷേ സുപ്രീം കോടതിക്ക് അത് പറ്റത്തില്ല. കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് പറഞ്ഞ ആ ചോദ്യങ്ങളിലേക്ക് വരാം. ഏതായിരുന്നു ആ ചോദ്യം? ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അതിൻ്റെ ഓപ്ഷൻ ഞാൻ തന്നിട്ടില്ല, നമുക്ക് എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണേ. താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, 226 എന്നിവ എൻഫോഴ്സ്മെന്റുമായിട്ട് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം നൽകുന്നതാണ്. ശരിയാണല്ലേ? ഹൈക്കോടതിയും സുപ്രീം കോടതിക്കുള്ള റിട്ട് കൊടുക്കുന്ന അധികാരമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാനും സാധാരണ നിയമത്തിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും പരിക്കുകൾ നിയമവിരുദ്ധമാണെങ്കിൽ വേണ്ടിയുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനാണ്. ആർട്ടിക്കിൾ 32 എന്ത് മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും സാധാരണ നിയമത്തിലുണ്ടാകുന്ന റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മനസ്സിലായോ? ഇനി ആർട്ടിക്കിൾ 226 പ്രകാരം മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ശരിയാണോ? അത് തെറ്റാണ്. മൗലികാവകാശങ്ങളും ഉണ്ട്, അതിലെ ഓർഡിനറി നിയമങ്ങളും ഉണ്ട്. അപ്പം രണ്ടും ഉണ്ട് അവർക്ക് ഹൈക്കോടതിക്ക്. സോ അതുകൊണ്ട് ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിക്ക് രണ്ടും ഉണ്ട് അല്ലേ? ഇനി നമ്മൾ പറഞ്ഞാണ് ആർട്ടിക്കിൾ 359 പ്രകാരം ഭരണഘടന അനുശാസിക്കുന്ന അടിയന്തരാവസ്ഥ
പ്രഖ്യാപന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? 32 പ്രകാരമുള്ള അവകാശങ്ങൾ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 359 പ്രകാരം ഭരണഘടന അനുശാസിക്കുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപന സമയത്ത് മാത്രമേ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള അവകാശങ്ങൾ താൽക്കാലികമായിട്ട് നിർത്താൻ പറ്റൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണേ. സോ ഇത് ശരിയാണ്. സോ ഈ രണ്ട് പ്രസ്താവന ഇവിടെ തെറ്റാണ് എന്ന കാര്യം ഇവിടെ ഓർത്ത് വെക്കണം. എന്താണെന്ന് മനസ്സിലായല്ലോ? ഈ ഒരു ചോദ്യം കിട്ടി. അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് എല്ലാം കിട്ടിയല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, കാര്യം മനസ്സിലായോ? ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, എടാ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. ഇത് ഒരു UPSCയുടെ ഒരു പ്രിലിംസിന് വന്ന ചോദ്യമാണ്. ഇന്ത്യയിലെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. പൊതു കടമ ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിനെതിരെ മാൻഡമസ് റിട്ട് നിലനിൽക്കില്ല. ഓക്കെ, സ്വകാര്യ സ്ഥാപനത്തിനെതിരെ മാൻഡമസ് നിൽക്കുവോ? ഇല്ലേ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായിട്ടുള്ള കാര്യമാണ്. അതൊരു സർക്കാർ കമ്പനി ആണെങ്കിൽ പോലും ഒരു കമ്പനിക്കെതിരെ മാൻഡമസ് റിട്ട് നിലനിൽക്കില്ല. ഓക്കെ, സർക്കാർ കമ്പനി ആണെങ്കിൽ മാൻഡമസ് ഉറപ്പായിട്ട് നിലനിൽക്കും. ഓക്കെ, നിലനിൽക്കുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, മനസ്സിലായോ? ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഒരു സർക്കാർ കമ്പനിക്കെതിരെ ആണെങ്കിൽ അവിടെ മാൻഡമസ് നിലനിൽക്കും. അവർ എന്ത് ചെയ്യാം? ആജ്ഞാപിക്കുക, കൽപ്പിക്കുക എന്ന് പറയാൻ പറ്റും. ഇനി ഏതൊരു പൊതു താല്പര്യമുള്ള വ്യക്തിക്കും കോവാറന്റോ റിട്ട് നേടുന്നതിനായിട്ട് കോടതിയെ സമീപിക്കുക. നമ്മൾ പറഞ്ഞു എല്ലാ കേസുകളിൽ വെച്ച് കോവാറന്റോയ്ക്കകത്താണ് എന്ത് ചെയ്യാൻ പറ്റും? പൊതു താല്പര്യമുള്ളത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കോവാറന്റോ അനുസരിച്ച് ഏതൊരു വ്യക്തിയെയും എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കുക, അല്ലെങ്കിൽ റിട്ടിനായിട്ട് കോടതിയെ സമീപിക്കാം. ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ 1ഉം 3 ശരിയായിട്ടുള്ളത്. ഇത് തെറ്റ്. ഓക്കെ, 1ഉം 3ഉം ഇതിനകത്തില്ല. 1ഉം 3ഉം വന്നിട്ടുണ്ട്. സി ഓപ്ഷൻ ആണ്. 1ഉം 3ഉം ആണ് ഇവിടുത്തെ ശരി. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു കടമ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ സ്വകാര്യ കമ്പനിക്കെതിരെ മാൻഡമസ് റിട്ട് നിലനിൽക്കില്ല. ഓക്കെ, ശരിയാണ്. പിന്നെ എന്താണ് മൂന്നാമത്തെ? പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോവാറന്റോ കൊടുക്കാൻ പറ്റും. സോ കാര്യം മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്ന മറ്റൊരു ചോദ്യം നോക്കാം. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യത ഭരണഘടനയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആർക്കാണ്? സുപ്രീം കോടതിക്ക് മാത്രമാണോ? അല്ല. ആർക്കൊക്കെയുണ്ട്? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഉണ്ട്. ഓപ്ഷൻ 2 വേണ്ട. ബി ഒള്ളി ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ഒള്ളി കേട്ടോ. B2 ഒള്ളി അല്ലേ? B2 ഒള്ളിയാണ്. ഇനി അടുത്തേക്ക് വരാം. സംസ്ഥാനത്തിൻ്റെയോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ പറയുന്നത് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് താഴെ പറയുന്നത് ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്. ഹേബിയസ് കോർപ്പസ് പറ്റും. ഓക്കെ, കോവാറന്റോ പറ്റും, ഷെർഷറി പറ്റും. അതൊക്കെയാണ് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതിക്ക് പറ്റും. അതെ, ഹൈക്കോടതിക്ക് പക്ഷേ എന്ത് ചെയ്യണം? മൗലികാവകാശങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ എന്തും അവകാശമുണ്ട്. 226 ഓർഡിനറി ആയിട്ടുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട് എന്ന കാര്യത്തോടെ ഓർത്തുക. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരീരം ഹാജരാക്കുക. 1 സി ആണ്. 1 ശരീരം ഹാജരാക്കുക. 1 ബി ആണ്. 1 ബി ഉള്ള ഓപ്ഷൻ എല്ലാത്തിനകത്ത് ബി ഉണ്ട്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആജ്ഞാപിക്കുക. B2 സി ഉള്ളത്. ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും ഉണ്ട്. കോവാറന്റോ എന്താണ്? കോവാറന്റോ എന്തധികാരം അല്ലേ? എന്തധികാരം. ഓക്കെ, 3A ആണ്. 3A ആൻസർ എത്തിയല്ലോ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക. പ്രൊഹിബിഷൻ ആൻസർ ഹിറ്റ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? അൺലോഫുൾ ഡിറ്റക്ഷൻ ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. A2 ഉള്ളതാ? ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി അല്ലേ? A2 ഉള്ളത് നോക്കാം. മാൻഡമസ് അല്ലേ? മാൻഡമസ് എന്ത് ചെയ്യാം? മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഡ്യൂട്ടി ആണ് അല്ലേ? ടു നോൺ പെർഫോം പബ്ലിക് ഡ്യൂട്ടി. B3 ഉള്ളത്. ഓക്കെ, B3 ആണ്. കോവാറന്റ് എന്താണ്? കോവാറന്റോ എന്ത് അധികാരം എന്നാണ് അല്ലേ? ഓക്കെ, അൺലോഫുൾ ഒക്കുപ്പേഷൻ ഓഫ് പബ്ലിക് ഓഫീസ് ആണ്. സോ 3 4 ആണ്. ഓക്കെ, നമ്മൾ അടുത്തേക്ക് വരാം. ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പറ്റും. ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. സോ മാൻഡമസിന്റെ അർത്ഥം എന്താണ്? മാൻഡമസിന്റെ സാക്ഷ്യപ്പെടുത്തൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ കമാൻഡ് ചെയ്യുക. മാൻഡമസ് സാക്ഷ്യപ്പെടുത്തുകയല്ല, കമാൻഡ് ചെയ്യുക. ഓക്കെ, കമാൻഡ്. അടുത്തതിലേക്ക് വരാം. അണ്ടർ ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ റിട്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ കോർട്ട് ഓർഡർ ദ ലോവർ കോർട്ട് ഓഫ് എനി അതോറിറ്റി ടു ട്രാൻസ്ഫർ കേസ് പെൻഡിങ് ബിഫോർ ടു എ ഹയർ കോർട്ട്. ലോവർ കോർട്ടിൽ നിന്ന് ഹയർ കോർട്ടിലോട്ട് പോകുന്ന കയറി പോകണം. ഷെർഷോറി അല്ലേ? കയറി പോവുക. ഷെർഷോറി ആൻസർ
കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം പറയുക, എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ട, ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് അഭിപ്രായം പറയുക. ഉറപ്പായിട്ടും നമുക്ക് ചെയ്യുന്നതാണ്. ഇച്ചിരി സമയം എടുത്താലും ലെങ്തി വീഡിയോ ആണെങ്കിലും നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാസ് മൊത്തത്തിൽ കിട്ടണമെങ്കിൽ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയുക കേട്ടോ.